ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്ത രണ്ട് വാർത്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വാർത്തയൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരിച്ചുപോയി. വാർത്ത രണ്ട്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ദീർഘായുസിനെ കുറിച്ചും 150 വയസ്സുവരെ ജീവിക്കുവാൻ കഴിയുന്നതിനെ കുറിച്ചും ഒരു രഹസ്യ സംഭാഷണം നടത്തി. ആദ്യത്തെ വാർത്ത 100% തെറ്റായിരുന്നു. ട്രംപ് 3 ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യവാനായി പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്തെ വാർത്ത ശരിയായിരുന്നു. പുടിൻ തന്നെ അത് പിന്നീട് സ്ഥിരീകരിച്ചു. ഈ രണ്ട് വാർത്തകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൽ രണ്ടാമത്തെ വാർത്തയെക്കുറിച്ച് ആദ്യം പരിശോധിക്കാം. ഇത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മനുഷ്യരാശിയുടെ അടിസ്ഥാനപരമായ ഭയത്തെയും ശാസ്ത്രം നൽകുന്ന വാഗ്ദാനങ്ങളെയും ഒപ്പം അധികാരത്തിൽ തുടരാനുള്ള രാഷ്ട്രീയ കളികളെയും കുറിച്ചുള്ള ഒരു സൂചനയായി വേണം കണക്കാക്കുക. ഇനി എന്താണ് ആ വാർത്ത? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ദീർഘായുസിനെ കുറിച്ചും 150 വയസ്സുവരെ ജീവിക്കുവാൻ കഴിയുന്നതിനെ കുറിച്ചും സംഭാഷണം നടത്തി. ഒരു സൈനിക പരേഡിനിടെ നടന്ന ഈ സംഭാഷണം ഒരു ഹോട്ട് മൈക്ക് വഴി പുറത്തു വന്നപ്പോൾ ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേട്ടത്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ വിഷയം ഇനിയുള്ള 1-2 പതിറ്റാണ്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചൂടൻ വിഷയമായിരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. സംഭവം നടന്നത് ബെയ്ജിങ്ങിൽ വെച്ചായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു സൈനിക പരേഡ്. ചൈന അവരുടെ ആയുധങ്ങളൊക്കെ ലോകത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ അവസരം ഉപയോഗിച്ചു. പുടിനും ഷീയും അതോടുകൂടെ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം നടന്നു നീങ്ങുകയാണ്. ഈ യാത്രക്കിടയിലാണ് പുടിന്റെ പരിഭാഷകൻ വഴി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടത്. ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ച വഴി മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ തുടർച്ചയായി മാറ്റിവെക്കാനും അങ്ങനെ കൂടുതൽ കാലം ജീവിക്കാനും യൗവനം തിരിച്ചു പിടിക്കുവാനും ഭാവിയിൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനും സാധിക്കും. ഇത് പുടിൻ പറഞ്ഞതായി പരിഭാഷകൻ അറിയിച്ചു. അതിന് മറുപടിയായി ഷീ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ നൂറ്റാണ്ടിൽ മനുഷ്യർക്ക് 150 വയസ്സുവരെ ജീവിക്കുവാൻ കഴിയുമെന്ന് ചിലരൊക്കെ പ്രവചിക്കുന്നുണ്ട്. നിസാരമെന്ന് തോന്നിയ ഈ സംഭാഷണം കേവലം ഒരു ആകസ്മിക സംഭാഷണമായിരുന്നില്ല. പിന്നീട് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇത് സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ രണ്ട് നേതാക്കളും അവരുടെ രാഷ്ട്രീയ ജീവിതം നീട്ടിക്കിട്ടാൻ വേണ്ടി, അതായത് അധികാരത്തിൽ തുടരാൻ വേണ്ടി ഭരണഘടനയ്ക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തിയവരാണ്. ഷീ പ്രസിഡന്റ് സ്ഥാനത്തിനുള്ള കാലാവധി എടുത്തു കളഞ്ഞു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ 2036 വരെ അധികാരത്തിൽ തുടരാൻ സാധിക്കുന്ന രീതിയിൽ റഷ്യൻ നിയമത്തിൽ മാറ്റം വരുത്തി. അതുകൊണ്ട് ഈ സംഭാഷണം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെയും രാഷ്ട്രീയ അഭിലാഷങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. ഈ സംഭാഷണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാനസികമായി തളർത്താനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് അവർ വാദിക്കുന്നത്. ട്രംപിന്റെ പ്രായം പലപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗർബല്യങ്ങളിലൊന്നായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതേസമയം ദീർഘായുസിനെ കുറിച്ചും മരണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും സംസാരിക്കുന്നതിലൂടെ പുടിനും ഷീയും തങ്ങളെ തന്നെ ദീർഘകാലം ജീവിച്ചിരിക്കുവാനുള്ളവരായി, അങ്ങനെ ലോകത്തിൻ്റെ അധികാര ശക്തികളായി, ഭരണാധികാരികളായി തങ്ങളെ തന്നെ ചിത്രീകരിക്കുകയാണ്. ഇത് വാർദ്ധക്യത്തെ അഭിമുഖീകരിക്കുന്ന ട്രംപിനെ പോലുള്ള ഒരു രാഷ്ട്രീയ എതിരാളിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു തരം മാനസിക യുദ്ധമാണെന്ന്, മെന്റൽ വാറാണെന്ന് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നു. ഈ സംഭവ വികാസം നടന്നതിന് തൊട്ടു പിന്നാലെ പുടിനും ഷീയും കിം ജോങ് ഉന്നും അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ഈ വാദം ക്രെംലിൻ തള്ളിക്കളഞ്ഞെങ്കിലും ഈ സംഭാഷണം ഒരു തരം മെന്റൽ വാർ തന്നെയായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ദീർഘായുസിനായുള്ള ഈ അന്വേഷണം കേവലം ഒരു ശാസ്ത്രീയ വിഷയം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര പോരാട്ടത്തിൻ്റെ പുതിയൊരു മുഖമാണ് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നത്.
ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലം വളരെ നിർണായകമാണ്. ചൈനയിൽ നടന്ന സൈനിക പരേഡ് പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള റഷ്യയുടെയും ചൈനയുടെയും വെല്ലുവിളിയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആയുസ് നീട്ടാനുള്ള മത്സരം ആഗോള ശക്തി പോരാട്ടത്തിന്റെ പുതിയൊരു മാനമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുന്ന രാജ്യം അതിശക്തമായ ഒരു രാജ്യമായി മാറും. ജിയോ പൊളിറ്റിക്സിൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാകും. ഇതവരുടെ നേതാക്കളുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല, സൈനിക ആവശ്യങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാനും അല്ലെങ്കിൽ സൈനികരുടെ ആയുസ് വർദ്ധിപ്പിച്ച് പുതിയൊരു നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുവാനും പുതിയൊരു ലോകക്രമം അങ്ങനെ സ്ഥാപിക്കുവാനും അവർക്ക് സാധിച്ചേക്കാം. പുടിന്റെ ദീർഘായുസിനോടുള്ള താല്പര്യം വെറും ഒരു സാന്ദർഭിക സംഭാഷണത്തിൽ ഒതുങ്ങുന്നില്ല. 2024 വാർദ്ധക്യത്തെ ചെറുത്തു നിൽക്കുന്നതിനുള്ള ഗവേഷണങ്ങൾക്കായി ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്നൊരു ഗവേഷണ കേന്ദ്രം തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മെഡൂസ നടത്തിയ ഒരു അന്വേഷണത്തിൽ പുടിന്റെ ദീർഘകാല കുടുംബ സുഹൃത്തായ മിഖായേൽ കോവൽചുക്കാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ലാബിൽ വളർത്തിയെടുത്ത കോശങ്ങൾ ഉപയോഗിച്ച് അവയവങ്ങൾ അച്ചടിക്കുന്ന സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ പുടിന്റെ കുടുംബത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. പുടിന്റെ മൂത്ത മകൾ എൻഡോക്രൈനോളജിസ്റ്റായ മരിയ വോറൻസോവക്കിന് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ പുതുക്കി മനുഷ്യന്റെ ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി റഷ്യൻ ഗവൺമെന്റ് കോടിക്കണക്കിന് ഡോളറിന്റെ ധനസഹായമാണ് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കോവൽചുക്കുമായി ബന്ധപ്പെട്ട ഒരു ജനിതക ഗവേഷണ പരിപാടിയിലും അവർ പങ്കാളിയാണ്. 2022 അമേരിക്ക വോറൻസോവയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതിന് കാരണമായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് അവർ റഷ്യയുടെ അപകടകരമായ ജനിതക പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നായിരുന്നു. ഈ ഗവേഷണ പദ്ധതികളുടെ പ്രാധാന്യം വെറും ഉപരിപ്ലവമായ താല്പര്യങ്ങൾക്കപ്പുറം വളരെ ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാണ്. പുടിന്റെ മകളുടെയും ദീർഘകാല സുഹൃത്തിന്റെയും പങ്കാളിത്തവും ബില്യൺ കണക്കിന് ഡോളറിന്റെ സർക്കാർ ഫണ്ടും ഒരു സമർപ്പിത ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപനവും റഷ്യൻ സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ദീർഘകാല മുൻഗണന ഈ കാര്യത്തിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഈ പദ്ധതികൾ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നേതൃത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. മാത്രവുമല്ല, ലോകത്തിന്റെ അധികാരം കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി കൂടെ ഇതിനെ കാണേണ്ടതുണ്ട്. ശാസ്ത്രീയമായ ഈ ശ്രമങ്ങളെ ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുടിനും ഷിയും പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രീയ ലോകവീക്ഷണം മരണത്തെ ഒരു സാങ്കേതികമായ പ്രശ്നമായിട്ടാണ് കാണുന്നത്. എന്നാൽ ബൈബിൾ മരണത്തെ ഒരു ആത്മീയ യാഥാർത്ഥ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ രണ്ട് വീക്ഷണങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ബൈബിൾ അനുസരിച്ച് മരണം ഒരു സ്വാഭാവിക പ്രക്രിയയല്ല, മറിച്ച് പാപത്തിന്റെ അനന്തരഫലമാണ്. റോമർ 5:12 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. റോമർ 6:23 ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു: പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ ദൈവത്തിന്റെ ദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്: ശാസ്ത്രത്തിന് ഒരു അവയവം മാറ്റിവെക്കുവാനോ ഒരു ജനിതക കോഡ് തിരുത്തുവാനോ കഴിഞ്ഞേക്കാം. എന്നാൽ പാപത്തിന്റെ ആത്മീയ വേരിനെ കണ്ടെത്താനോ അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ജീർണതയുടെ ഉറവിടത്തെ നീക്കം ചെയ്യുവാനോ ശാസ്ത്രത്തിന് കഴിയുകയില്ല. ഒരു ആത്മീയ പ്രശ്നത്തിന് ഭൗതികമായ ഒരു പരിഹാരം ഉണ്ടാക്കുക സാധ്യമേ അല്ല. മനുഷ്യന്റെ സാങ്കേതിക ശ്രമങ്ങളിലൂടെ നേടാൻ കഴിയുന്ന അമർത്യതയും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്ന നിത്യതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശാസ്ത്രം വാഗ്ദാനം ചെയ്യുന്നത് നിലവിലുള്ള ഈ നശിച്ചു പോകുന്ന മനുഷ്യ ശരീരത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന അനശ്വരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് മനുഷ്യന് സ്വയം നേടാൻ കഴിയുന്ന ഒന്നല്ല, അത് ദൈവത്തിന്റെ കൃപയാലുള്ള ദാനമാണ്.
1 തിമോഥെയോസ് 6:16 അത് വ്യക്തമായി പറയുന്നുണ്ട്. ബൈബിളിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം മരണത്തെ അതിജീവിക്കുന്ന ഒരു ജീവിതമാണ്. അത് ഭൗതികമായ ഒരു ശരീരത്തെ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ ലഭിക്കുന്നതല്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള പുനരുദ്ധാനത്തിലൂടെ ലഭിക്കുന്ന ഒരു പുതിയ മഹത്വമുള്ള ശരീരത്തെക്കുറിച്ചാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. 1 കൊരിന്ത്യർ 15 പൗലോസ് അപ്പോസ്തലൻ ഈ പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം നശിക്കുന്നു, എന്നാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നശിക്കാത്തതും മഹത്വമുള്ളതും ശക്തമായതുമായ ഒരു പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നു. ഈ പുതിയ ശരീരം രോഗങ്ങൾക്കോ വേദനയ്ക്കോ മരണത്തിനോ ഒരിക്കലും കീഴ്പ്പെടാത്ത ശരീരമാണ്. ശാസ്ത്രം വാഗ്ദാനം ചെയ്യുന്നത് ഒരു ദുർബലമായ പ്രതീക്ഷയാണ്. എത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചാലും മനുഷ്യ ശരീരം അപകടങ്ങൾ, രോഗങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും വലിയ ദുരന്തങ്ങൾ ഇതിനൊക്കെ വിധേയമായിരിക്കും. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന ഉറപ്പ് പൂർണ്ണവും എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു ശരീരത്തെക്കുറിച്ചാണ്, ജീവനെക്കുറിച്ചാണ്. മരണത്തിന്റെ മുനമ്പിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരിച്ചാലും ജീവിക്കുമെന്ന യേശുവിൻ്റെ ആ പ്രത്യാശ വാഗ്ദാനം ആശ്വാസം നൽകുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ശാസ്ത്രത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത യഥാർത്ഥ വിജയമാണ്, മരണത്തിന്റെ മേലുള്ള വിജയം. പുട്ടിന്റെയും ഷിയുടെയും ദീർഘായുസിനായുള്ള അന്വേഷണം മനുഷ്യവർഗം നൂറ്റാണ്ടുകളായി ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഒരു പുതിയ രൂപം മാത്രമാണ്. അത് ശാസ്ത്രം നൽകുന്ന പ്രതീക്ഷകളെക്കുറിച്ചും അതേസമയം അത് ഉന്നയിക്കുന്ന ധാർമ്മിക ചോദ്യങ്ങളെക്കുറിച്ചും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയരെ, ശാസ്ത്രം നൽകുന്ന പ്രതീക്ഷയും ക്രിസ്തു നൽകുന്ന ഉറപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശാസ്ത്രം നൽകുന്നത് ഈ നശിക്കുന്ന ശരീരത്തെ താൽക്കാലികമായി നിലനിർത്തുവാനുള്ള സാധ്യത മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തു നൽകുന്നത് മരണത്തിന് ശേഷവും എന്നേക്കുമായി നിലനിൽക്കുന്ന നിത്യജീവന്റെ വാഗ്ദാനമാണ്. മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾക്ക് ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയാത്ത പാപത്തിന്റെ ശമ്പളമായ മരണത്തെ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം പൂർണ്ണമായി കീഴടക്കി. അതുകൊണ്ട് തന്നെ ശാസ്ത്രം നൽകുന്ന പ്രതീക്ഷ ഒരു പരിമിതമായ വാഗ്ദാനമായിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്നത് നിത്യവും ഉറപ്പുള്ളതുമായ ഒരു ജീവനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മെച്ചമായ വീഡിയോകൾ ചെയ്യുവാൻ ദൈവം കൃപ നൽകേണ്ടതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.